നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം, വരവിൽ കവിഞ്ഞ സ്വത്തുപയോഗിച്ച് തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശമായ വീട് നിർമ്മാണം എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളും കേസുകളും ഉള്ള ADGP MR അജിത് കുമാറിനെ അത്തരം കേസുകളിൽ നിന്നെല്ലാം വിമുക്തനാക്കി ക്ലിയറൻസ് നൽകിക്കൊണ്ട് DGP സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ADGP MR അജിത് കുമാറിനും എതിരെ ADGP P വിജയൻ IG ആയിരിക്കുന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ സർവീസിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ADGP MR അജിത് കുമാർ. ഏലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ചോർത്തിക്കൊടുത്തു എന്നുള്ള കാരണം ആരോപിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് IG ആയിരുന്ന P വിജയനെതിരെ ADGP MR അജിത് കുമാർ ചില നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ വരെ ഉണ്ടാവുകയും ചെയ്തു. IPS അസോസിയേഷൻ വരെ ഒരു കാരണവശാലും IG വിജയനെതിരെ സസ്പെൻഷൻ പാടില്ല എന്ന് വാക്കാൽ പറഞ്ഞിട്ടും ഒരു കാരണവശാലും അതൊന്നും അംഗീകരിക്കാൻ ADGP MR അജിത് കുമാർ തയ്യാറായിരുന്നില്ല, മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് നേരെ വകുപ്പ് തല അന്വേഷണം ഏർപ്പെടുത്തി കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ അന്ന് ADGP MR അജിത് കുമാർ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ വകുപ്പ് തല അന്വേഷണത്തിൽ ADGP MR അജിത് കുമാർ അന്ന് IG ആയിരുന്ന P വിജയനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും അവ ഒന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ 5 മാസത്തെ സസ്പെൻഷന് ശേഷം അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ IG വിജയൻ ഇന്റലിജൻസ് ADGP ആയി പ്രൊമോഷനോട് കൂടി തന്നെയാണ് സർവീസിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി തൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കള്ളക്കടത്തു സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന PV അൻവർ തന്നെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അത്തരം ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ നിന്നെല്ലാം ADGP MR അജിത് കുമാറിനെ വിമുക്തനാക്കിക്കൊണ്ട് DGP തസ്തികയിലേക്ക് ശുപാർശ ചെയ്യുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. DGPയും ചീഫ് സെക്രട്ടറിയുമെല്ലാം അംഗങ്ങളായുള്ള 4 അംഗ സമിതി തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി DGP സ്ഥാനത്തേക്ക് അദ്ദേഹം യോഗ്യനാണ് എന്നുള്ള തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ADGP P വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത്. അത് കൃത്യമായ ചില കരുനീക്കങ്ങളോട് കൂടി തന്നെയാണ്, കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതറിയുമ്പോൾ ADGP MR അജിത് കുമാറിന് ഒരു തടയിടുക എന്നുള്ളതിലുപരി പിണറായി വിജയന്റെ മുന്നോട്ടുള്ള പോക്കിനെയും ഇത് ശരിയായ രീതിയിൽ ബാധിക്കും, പിണറായി വിജയനെ തളയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വർത്തമാനങ്ങൾ. മലപ്പുറം SP ആയിരുന്ന P സുജിത് ദാസ് ADGP MR അജിത് കുമാറിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നാണ് ADGP MR അജിത് കുമാർ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇന്റലിജൻസ് ADGP ആയിരിക്കുന്ന P വിജയൻ IG ആയിരിക്കുന്ന സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, അതായത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി അന്ന് IG ആയിരുന്ന P വിജയന് ബന്ധമുണ്ടായിരുന്നു എന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ADGP MR അജിത് കുമാർ വ്യക്തമാക്കിയത്. എന്നാൽ ഈ വെളിപ്പെടുത്തൽ വന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മലപ്പുറം SP ആയിരുന്ന ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന SP സുജിത് ദാസ് മാധ്യമങ്ങളോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. താൻ ഒരിക്കലും MR അജിത് കുമാറിനോട് അന്ന് IG ആയിരുന്ന P വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരു കാരണവശാലും താൻ മറ്റെവിടെയെങ്കിലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാൽ പോലും ADGP MR അജിത് കുമാറിന് മുൻപിൽ താൻ അത്തരം ഒരു വിവരം ഒരു കാരണവശാലും പങ്കുവച്ചിട്ടില്ല, പങ്കുവയ്ക്കില്ല. അത്രത്തോളം വിശ്വാസ്യതയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ എന്ന തരത്തിൽ തന്നെയാണ് SP സുജിത് ദാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊഴി നൽകിയത്. അതായത് ADGP MR അജിത് കുമാർ പറയുന്നത് പോലെ അന്ന് IG ആയിരുന്ന P വിജയന്, ഇപ്പോഴത്തെ ADGP P വിജയന് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല, തനിക്ക് അത്തരം കാര്യങ്ങളുമായി ബന്ധമില്ല എന്ന് തന്നെ SP സുജിത് ദാസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയപ്പോൾ ഇവിടെയാണ് ADGP MR അജിത് കുമാറിനെ P വിജയൻ എന്നുള്ള
ഇന്റലിജൻസ് ADGPയോടുള്ള ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ വൈരാഗ്യം തീർന്നിട്ടില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുകയും ഇന്റലിജൻസ് ADGPയായ P. വിജയൻ ADGP MR അജിത് കുമാറിനെതിരെ കൃത്യമായ ഒരു പരാതി ബോധിപ്പിച്ചിരിക്കുന്നു. അതായത് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ താൻ പറയാത്ത വസ്തുതകൾ താൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ച ADGPക്കെതിരെ നിയമ നടപടികൾ വേണം എന്ന തരത്തിൽ തന്നെയുള്ള അപേക്ഷയാണ് അദ്ദേഹം കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലൂടെ കൃത്യമായ ചില നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ DGPയായി അരിയിട്ട് വാഴ്ച നടത്താൻ വേണ്ടി പിണറായി വിജയനും CPM സർക്കാരും കോപ്പുകൂട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്റലിജൻസ് ADGPയായ P. വിജയന്റെ ഈ ഒരു പരാതി കേന്ദ്രത്തിൽ എത്തുന്നതോടുകൂടി SP സുജിത് ദാസിന്റെ വെളിപ്പെടുത്തലോടുകൂടി ADGP MR അജിത് കുമാർ ഇന്റലിജൻസ് ADGPയായ P. വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത്രയും വ്യാജമാണ് എന്ന് തെളിയുകയും സർവീസ് തലത്തിലുള്ള ഒരു അന്വേഷണം വരികയും ADGP MR അജിത് കുമാറിന് DGP തസ്തികയിൽ എത്താൻ സാധിക്കാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ അനന്തരഫലം. ഇത് തന്നെയാണ് ഇവിടെ കൃത്യമായ കരുനീക്കത്തോടുകൂടി ഇന്റലിജൻസ് ADGP P. വിജയൻ നടത്തിയിരിക്കുന്നത്. തന്നെ ഒരാവശ്യവുമില്ലാതെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ മാത്രം സർവീസിൽ നിന്നും 5 മാസക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത സർവീസ് തല അന്വേഷണം നടത്തിച്ച ADGP MR അജിത് കുമാറിനോട് കൃത്യമായ രീതിയിൽ തന്നെ ഇന്റലിജൻസ് ADGP P. വിജയൻ കണക്കു തീർത്തിരിക്കുന്നു. കൃത്യമായി അടിക്കേണ്ട സമയത്ത് ADGP MR അജിത് കുമാറിനെ മുഖമടച്ച് തന്നെ ADGP P. വിജയൻ അടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ ഈ അടി മുഖ്യമന്ത്രിയുടെ കരണം പുകച്ചുള്ള അടി തന്നെയായി മാറിയിരിക്കുന്നു. ഏതു വിധേനയും ADGP MR അജിത് കുമാറിനെ DGP ആക്കുക എന്നുള്ള പിണറായി വിജയന്റെയും P. ശശിയുടെയും എല്ലാം മോഹങ്ങളാണ് ഇതിലൂടെ പൊലിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും ADGP MR അജിത് കുമാറിനെ DGP തസ്തികയിലേക്ക് ഉയർത്തുവാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നത്. അതിന് ഉപോത്ഫലകമായി ഇപ്പോൾ ഇന്റലിജൻസ് ADGP P. വിജയന്റെ ഒരു പരാതി കൂടി ചെല്ലുമ്പോൾ തനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചതാണ് ADGP MR അജിത് കുമാർ എന്ന തരത്തിൽ ഒരു പരാതി കേന്ദ്രത്തിന് പോകുമ്പോൾ വകുപ്പ് തല അന്വേഷണം വരുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ഫലം കൊണ്ട് തന്നെ ഒരു കാരണവശാലും ADGP MR അജിത് കുമാറിന് DGP കസേര ഇനി സ്വപ്നം കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ADGP P. വിജയൻ അടിച്ചിരിക്കുന്നു. ഇതിന് കേന്ദ്രത്തിന്റെ ഒത്താശയും അദ്ദേഹത്തിനുണ്ട് എന്നറിയുമ്പോൾ പിണറായി വിജയൻ തനിക്ക് കിട്ടിയ അടിയേറ്റ് നിലം പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ADGP MR അജിത് കുമാർ താഴെ വീണ് കിടക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് DGP തസ്തികയിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.